അങ്ങനെ വീണ്ടും മാർക്സിസ്റ്റ് പാർട്ടിയാകുന്നു. മാർക്സിസം ലെനിനിസത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് വിമർശനം, സ്വയം വിമർശനം, ആത്മപരിശോധന. വിമർശനം, സ്വയം വിമർശനം, ആത്മപരിശോധന. വിമർശനം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ വിമർശനം, സമൂഹത്തെക്കുറിച്ചുള്ള വിമർശനം. സമൂഹത്തിൽ വിമർശനം വൈപ്പിക്കുക, കംപ്ലീറ്റ് വിമർശനമാണ്. രണ്ടാമത് കുടുംബത്തിലെ വിമർശനം. കുടുംബത്തിലുള്ള അംഗങ്ങൾ, തൻ്റെ ഒരു നേതാവുണ്ടെങ്കിൽ അവരുടെ ഭാര്യ, ഭർത്താവാണ് നേതാവെങ്കിൽ ഭാര്യ, തിരിച്ചാണെങ്കിൽ ഭർത്താവ്, മക്കൾ, എല്ലാവരും എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ജീവിക്കുന്നത്, അതിൻ്റെ ഒരു സ്വയം വിമർശനം. അപ്പൊ വിമർശനമുണ്ട്, സ്വയം വിമർശനമുണ്ട്, ഓരോരുത്തരുടെ ഒരു വിമർശനമുണ്ട്, അത് മറ്റൊരാൾ പറയുന്ന വിമർശനമുണ്ട്, ആത്മപരിശോധനയുണ്ട്. ഇത്ര ഘടകങ്ങൾ ചേരുമ്പോഴേ മാർക്സിസ്റ്റ് പാർട്ടി ആവുള്ളൂ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവുള്ളൂ. ഇത് 3-4 ഘടകങ്ങളാണ് ഏറ്റവും ബേസ്. വർഗവിഭജന സംഘടനകൾ ഉണ്ടാക്കുന്നതിൽ മറ്റ് സംഘപരിവാർ സംഘടനകളെ പോലെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെ പോലെയോ മറ്റേതെങ്കിലും ഒരു ജനാധിപത്യ പാർട്ടിയെ പോലെ അല്ല CPM-ഉം CPI-യും. ഇതിന്റെ അടിസ്ഥാനം തന്നെ എന്താണ്? അത് RSPയും SCCയും ബോൾഷെവിക് പാർട്ടികളൊക്കെ ഇതിനകത്ത് വരും കേട്ടോ. അതായത് ഇടതുപക്ഷ മാർക്സിയൻ ലെനിനിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്ന പാർട്ടി ഏതായാലും അങ്ങനെ പറയാം നമുക്ക്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് ഞാൻ പറഞ്ഞല്ലോ, വിമർശനം, സ്വയം വിമർശനം, ആത്മപരിശോധന, ഒരു സ്വയം പരിശോധന. പരസ്പരം മുഖം നോക്കാതെ വിമർശിക്കാനുള്ള കഴിവ് ഒരു സഖാവിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. സഖാവിന് പണമുണ്ടോ, കാറുണ്ടോ, സൗന്ദര്യമുണ്ടോ, ജാതി ഏതാണ്, ഒന്നുമല്ല. തനിക്ക് ശരിയെന്ന് ബോധ്യപ്പെടുന്ന കാര്യം ഒരു കമ്മിറ്റിയിൽ പരസ്യമായി പറയാൻ പറ്റത്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ അത് നല്ലതാണ്, പട്ടാളത്തിനെ പോലെയാണ്. പരസ്യമായി പറയാൻ പറ്റത്തില്ലെങ്കിൽ പുറത്താക്കും. ബന്ധപ്പെട്ട കമ്മിറ്റിയിലോ ഉപരിക്കമ്മിറ്റികളിൽ അവസരമുണ്ടെങ്കിൽ ഉപരിക്കമ്മിറ്റികളിലോ ക്ഷണിതാവായിട്ടൊക്കെ പോകുമല്ലോ, സമ്മേളനങ്ങളിലോ, ഇപ്പൊ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ ലോക്കൽ സമ്മേളനത്തിൽ പ്രതിനിധിയായിരിക്കും, ലോക്കൽ കമ്മിറ്റി മെമ്പർ ഏരിയ ഇങ്ങനെ പോകുമല്ലോ, സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ പാർട്ടി കോൺഗ്രസ്. അപ്പൊ പ്രതിനിധികളാവുന്ന സ്ഥലത്തോ ആ ഫോറത്തിലോ തന്റെ പാർട്ടി ഘടകത്തിലോ വളരെ കൃത്യമായി മുഖം നോക്കാതെ കാര്യകാരണ സഹിതം സമകാലീന കാര്യങ്ങളെ മാർക്സിയൻ കാഴ്ചപ്പാടിൽ, അതാണ് പ്രധാനം. EMS പറയുന്ന കാഴ്ചപ്പാട് അതാണ്. EMS പറയുന്നത് എന്താണ്? EMSനോട് ഒരിക്കൽ പത്രപ്രവർത്തകർ ചോദിച്ചു, സഖാവ് പറയുന്ന അല്ലല്ലോ ശരി, ഇതാണല്ലോ ഇതിന്റെ ഒരു യഥാർത്ഥ ശരി എന്ന് പറഞ്ഞു. അതെ, നിങ്ങൾ പത്രപ്രവർത്തകർ പറയുന്നതാണ്, ലേഖകൻ പറയുന്നതാണ്, റിപ്പോർട്ടർ പറയുന്നതാണ് ശരി. അന്ന് ചാനലുകളില്ല, കുറവാണ്. ഈ ഇതില്ല, സാറ്റലൈറ്റ് ചാനലുകൾ ഇല്ലല്ലോ, ദൂരദർശൻ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ഏഷ്യാനെറ്റ് വന്നേ ഉള്ളൂ. വേറെ ഇതുപോലത്തെ ദിവസവും പോയി ബൈറ്റ് എടുക്കും, വൈകുന്നേരത്തെ ഈ അന്തിച്ചർച്ചയും അടുപ്പൂട്ടി ചർച്ചയൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പൊ EMS പറഞ്ഞു, ഞാൻ മാർക്സിയൻ ലെനിനിസം എന്ന് പറയുന്ന ഒരു കണ്ണാടി ഉണ്ട് എനിക്ക്. ആ കണ്ണാടി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആ കണ്ണാടി എടുത്ത് ഞാൻ മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നതെല്ലാം തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് അനുകൂലമായ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ കമ്പ്യൂട്ടർ വൽക്കരണം ഞാൻ ചിലപ്പോൾ എതിർക്കും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. മറ്റ് വ്യവസായവൽക്കരണത്തെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഞങ്ങൾ എതിർക്കും. മെക്കനൈസേഷനെ ഞങ്ങൾ എതിർക്കും. കാര്യം എന്താണ്? മെക്കനൈസേഷൻ നല്ലതാണ്, പക്ഷെ മാർക്സിയൻ കാഴ്ചപ്പാട് നോക്കുമ്പോൾ മാർക്സിന് ജോലി പോകും, അതുകൊണ്ട് ഞങ്ങൾ എതിർക്കും എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അങ്ങനെ ആത്മപരിശോധനയും സ്വയം വിമർശനവും നടത്താതെ പോയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു വീരാരാധനയും വിഗ്രഹാരാധനയും ബിംബാരാധനയും വന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയത്. ഈ വീരാരാധനയും വിഗ്രഹാരാധനയും വന്ന് VS-ന്റെ കാലത്തോടു കൂടി അത് തീർന്നു. VS-ന്റെ കാലം വരെ ഈ ആത്മപരിശോധനയും സ്വയം വിമർശനമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. VS-ന്റെ അവസാന കാലത്തല്ല, സജീവമായി നിന്ന കാലം. അതുവരെ പാർട്ടിക്കകത്ത് നോക്കി സഖാവ് ചെയ്തത് ശരിയല്ല, സഖാവ് ഇങ്ങനെ തിരുത്തൽ പ്രക്രിയയാണ് എപ്പോഴും പറയുന്ന. മാർക്സിസ്റ്റ് പാർട്ടിയും CPI-യും പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ പഠിക്കും, തിരുത്തും. ഒരു 5 പൈസയ്ക്കും തിരുത്തിയിട്ടില്ല എങ്കിൽ പിന്നെ ഈ അവസ്ഥ ആവില്ലായിരുന്നു, പക്ഷെ തിരുത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു തിരുത്തൽ പ്രക്രിയയിലൂടെ എപ്പോഴും തിരുത്തി മുന്നോട്ട് പോകുന്ന അപ്പോൾ കുഴപ്പമുണ്ട്. എനിക്കൊരു അമ്മയെ അറിയാം. അമ്മ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വെറ്റ കഴിക്കുന്ന മുറുക്കാൻ തിന്നുന്ന അമ്മയാണ്. അപ്പൊ മാർക്കറ്റിൽ പോയി വെറ്റ വാങ്ങിച്ചോണ്ടിരാൻ പറയാം മക്കളെടുത്ത്. അപ്പൊ മക്കൾ പോകുമ്പോൾ വെറ്റ വാങ്ങിച്ചോണ്ടും, മക്കൾ പച്ച വെറ്റയാണ് വാങ്ങിച്ചോണ്ട് വരുന്നത്. പച്ച വെറ്റ വാങ്ങിച്ചോണ്ട് വയ്ക്കും. അമ്മ എന്ത് ചെയ്യും? തലേ ദിവസം ലാഭത്തിന് കിട്ടുന്ന പിള്ളേർ കൂടുതൽ വാങ്ങിച്ചോണ്ടിരും ദിവസം. അപ്പൊ കൂടുതൽ ശനിയും ബുധനും ചന്ത ദിവസമാണ് മാർക്കറ്റിന്റെ പ്രധാന ദിവസം. അപ്പൊ ഒരുപാട് വാങ്ങിച്ചോണ്ടിരും. അത് വാങ്ങിച്ചോണ്ട് പോയി അമ്മ എന്ത് ചെയ്ത് ഇതെല്ലാം കൂടെ വെച്ചിരുന്നിട്ട് പഴുത്ത ഇല കളയാൻ മടിച്ച് പഴുത്ത ഇല തിന്നുകൊണ്ടിരിക്കും. പഴുത്ത വെറ്റില തിന്നും. അങ്ങനെ തിന്നു വരുമ്പോൾ അടുത്തത് പഴുക്കും. അപ്പൊ ഒരിക്കലും അമ്മയ്ക്ക് പച്ച വെറ്റില തിന്നാൻ പറ്റത്തില്ല. അതുപോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം. അവർ തിരുത്തും എന്ന് പറയുന്നതല്ലാതെ ഒരു കാര്യം ഇതുവരെ തിരുത്തിയിട്ടില്ല. ന്യൂനപക്ഷത്തിന്റെ കാര്യം തിരുത്തു എന്ന് പറഞ്ഞു, വല്ലതും തിരുത്തിയോ? ഭൂരിപക്ഷ വർഗീയതയെ കുറിച്ച് തിരുത്തു എന്ന് പറഞ്ഞു, വല്ലതും തിരുത്തിയോ? വിലയിരുത്തു എന്ന് പറഞ്ഞു, വല്ലതും വിലയിരുത്തിയോ? ഒന്നുമില്ല. 57 ഹിന്ദുക്കളെ പറ്റിച്ചത് മുതൽ ഇങ്ങോട്ട് ഈ 2025 വരെയുള്ള കഥ എടുത്തു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ ഇടയ്ക്കിടയ്ക്ക് പറ്റിക്കും. അതിന്റെ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ അമ്പലത്തിലും പോണ്ട, ഹിന്ദുക്കളും പോണ്ട, വിശ്വാസത്തിലും പോണ്ട. നിങ്ങൾ മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിപ്പിക്കാനും സ്വരാജ് നടക്കേണ്ട കാര്യമില്ല. TN സീമ പറയേണ്ട കാര്യമില്ല. അയ്യപ്പന് കടുക്ക വെള്ളം കുടിപ്പിക്കേണ്ട കാര്യമില്ല.
നിങ്ങൾ ശ്രീമതി ടീച്ചർ പറഞ്ഞ പോലെ പെണ്ണുങ്ങളെല്ലാം അമ്പലത്തിൽ പോയി കുളിച്ചിട്ട് കയറുന്നത് ശരീരമെല്ലാം കൂടി തുണിയെല്ലാം കൂടി ഒട്ടിയിരുന്നിട്ട് അത് ആണുങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ആണുങ്ങൾ വരുന്നത്. അങ്ങനെ നിങ്ങൾ പറയണ്ട. നിങ്ങൾ വിശ്വാസത്തിന്റെയും വൈരുദ്ധ്യത്തിന്റെ ഭൗതികവാദത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ വിശ്വാസികളല്ല, ഞങ്ങൾ ശാസ്ത്രത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞാൽ മതി. ജനങ്ങൾക്ക് ഇത് മനസ്സിലാവും. അങ്ങനെ ജനങ്ങൾ വരുന്ന ചേരി മതി എന്ന് വിചാരിക്കാതെ ഇതിനെ ഉരുട്ടും. പക്ഷേ ഇപ്പോ അത് ഉരുട്ടി വന്ന് ഒരു വിഗ്രഹ ബിംബത്തെ വളർത്തിയെടുത്തു. മോഡി ബിംബമാവും, കാരണം അത് BJP ആണ് പാർട്ടി, അത് വേറെ പാർട്ടിയാണ്. നെഹ്റു ബിംബമാവും, അത് കോൺഗ്രസ് ആണ്. ഇന്ദിരാഗാന്ധി ബിംബമാവും, അത് കോൺഗ്രസ് ആണ്. രാഹുൽ ഗാന്ധി ബിംബമാവും, അത് കോൺഗ്രസ് ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് പറ്റത്തില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത്, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വളർന്നു വന്ന് CPM-നെ കൽക്കട്ടയിലും പശ്ചിമ ബംഗാളിലും CPM തളർന്നു, ത്രിപുരയിലും തളർന്നു, രാജ്യത്താകെ CPM തളർന്നപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് എല്ലാം കൂടി കേന്ദ്രീകരിക്കുകയും അദ്ദേഹം പാർട്ടി ആദ്യം കീഴടക്കുകയും, പാർട്ടിയെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇതൊന്നും പറയാം, ഞാൻ മാർക്സിസ്റ്റ് വിരുദ്ധനായി പറയുന്നതല്ല, രാഷ്ട്രീയ വിശകലനം നടത്തുന്നതാണ്. സഹാക്കൾ ഇത് കാണുകയും ആത്മപരിശോധന നടത്തണം. അല്ലാതെ ഇത് ഞാൻ യമൻ സംഖ്യയാണോ, കോൺഗ്രസ് ആണോ, കൊങ്ങയാണോ, സുഡാപ്പിയാണോ, അല്ലെ എന്തിനാ ഇത് പറയുന്നത്, ചാനൽ വളർത്താനാണോ, റീച്ച് കിട്ടാനാണോ, റേറ്റ് കൂട്ടാനാണോ, ലൈക്ക് കൂട്ടാൻ, അങ്ങനെയല്ല ചിന്തിച്ചാൽ പോയി. പിന്നെ നമ്മൾ ഈ വിമർശനത്തിന്റെ കാര്യമില്ല, ഈ പറയുന്ന കാര്യമില്ല. അപ്പൊ തിരിച്ചു ചിന്തിക്കുക, പാർട്ടി കോൺഗ്രസിൽ എന്താ സംഭവിക്കുന്നത്? സാധാരണയായി പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിക്കുന്നത്, ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് വരുന്ന നയരേഖകളും കരട് രേഖയും ചർച്ചകളും നിർദ്ദേശങ്ങളും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള നയ സമീപന രേഖ ഇവിടെ അവതരിപ്പിക്കും. അത് പാർട്ടി നയരേഖ സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ അത് അവതരിപ്പിച്ചോ? എന്ത് മാർക്സിയൻ പാർട്ടിയാണ്, മാർക്സിയൻ കാഴ്ചപ്പാടാണിത് അവതരിപ്പിക്കുന്നതിന് വരെ നിങ്ങൾ അവിടെ അവതരിപ്പിച്ചത് നവകേരള സദസ്സിന്റെ ആരോ എഴുതി കൊടുത്ത, ഏതോ PR ഏജൻസികൾ എഴുതി കൊടുത്ത, മാർക്കറ്റിംഗ് ഏജൻസികൾ എഴുതി കൊടുത്ത, ആരൊക്കെയോ എഴുതി CPM-കാർ വെറ്റ് ചെയ്ത ഒരു നവകേരള സദസ്സിന്റെ ഡോക്യുമെന്റാണ് അവിടെ കൊണ്ടുവച്ചത് CM. ഏതെങ്കിലും സഖാവ് വിളിച്ച് ചോദിച്ചോ, സഖാവ് ഇതല്ല നമ്മുടെ പാർട്ടിയുടെ ഘടന, ഇതല്ല നമ്മുടെ പാർട്ടിയുടെ രീതി എന്ന് ആരെങ്കിലും ചോദിച്ചോ? ഒരാൾ ചോദിച്ചില്ല. നിങ്ങൾ ബിംബാരാധന നടത്തി. അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും വളർന്നു വന്നപ്പോൾ അദ്ദേഹം ഭരണത്തിലും പിടിമുടുക്കി. തോമസ് ഐസക്കിനെ കഴിയുന്നു, വളരെ പരിണതപ്രജ്ഞനായ ഏകതരി, കനല് കുറച്ചു മതി, ഏകതരി, സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടുള്ള ഏകതരി, വളരെ ജനകീയനായിട്ടുള്ള, ഇപ്പോഴും ഒരു സമ്പത്ത് ഉണ്ടാക്കാത്ത, അഴിമതിയില്ലാത്ത, വളരെ പ്രധാനപ്പെട്ട ഡോക്ടർ തോമസ് ഐസക്, പരിഷത്തുമായിട്ട് ബന്ധമുള്ള ഈ പ്രായത്തിൽ അദ്ദേഹം ഓടി നടന്ന് ജനങ്ങളെ സംഘടിപ്പിക്കുന്ന ഡോക്ടർ തോമസ് ഐസക്കിനെ ഒഴിവാക്കി ശ്രീമതി ശൈലജ ടീച്ചർ പോയ ഒരു അവാർഡ് വാങ്ങിച്ചു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട്, അമ്മ എന്നൊക്കെ പറഞ്ഞു, ശൈലജ അമ്മ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവരെ ഒഴിവാക്കി, സുധാകരനെ ഒഴിവാക്കി, ഒരുപാട് പേരെ ഒഴിവാക്കി. തനിക്ക് വേണ്ടപ്പെട്ട, താൻ പറയുന്ന, തന്നോ പറഞ്ഞാൽ ഏറാൻ മൂളുന്ന കുറച്ച് ആളുകളെ അങ്ങോട്ട് വെച്ച് ഭരണം പപ്പടമായി. അതിന്റെ കാര്യങ്ങൾ വേറെയുണ്ട്. എന്നിട്ട് ഇദ്ദേഹം വന്ന് സ്വയം അങ്ങോട്ട് കാരണഭൂതനാകുന്നു, ക്യാപ്റ്റൻ ആകുന്നു, കപ്പിത്താൻ ആകുന്നു. ഒരു മന്ത്രി പറയാണ് തന്റെ മുഖ്യമന്ത്രി ക്യാപ്റ്റനാണ്, കപ്പിത്താനാണ്. ഈ കപ്പൽ മുങ്ങില്ല സാർ, മൊത്തം മുങ്ങി. അവരെ കാണാനുമില്ല. ഇപ്പൊ ആ വനിതാ മന്ത്രിയെ കാണാനുമില്ല, മൊത്തം മുങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പോഴും ലെജൻഡ്, സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷൻ ലെജൻഡ് ഇറക്കുന്നു. ഇതൊക്കെ ഉഴപ്പതും സഖാവേ ഇത് ശരിയല്ല എന്ന് പറയാൻ, രാജാവ് നഗ്നനായിരുന്നപ്പോൾ മുഖത്ത് നോക്കി രാജാവെ അങ്ങ് നഗ്നനാണെന്ന് പറയാൻ ഒരു കുട്ടി അന്നുണ്ടായിരുന്നു. ആ കുട്ടിക്ക് അവാർഡ് കൊടുക്കുകയാണ് ചെയ്തത്. ഇന്നായിരുന്നെങ്കിൽ ആരെങ്കിലും മുഖത്ത് നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ആ തല്ലും, ഏതെങ്കിലും സഖാവിനെ പുറത്താക്കും. ഇപ്പൊ കരമന ഹരി തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റിയിൽ ചില അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. കരിയുടെ കാര്യം എത്ര കാലം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഞാൻ അങ്ങനെ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ പെർപ്പോട് മുരളി, ഇങ്ങനെ ഓരോരുത്തരുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറി കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ, ഞാൻ അവസാനിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ, സഖാവ് കുഴി കൊണ്ടുവച്ചിരിക്കുന്ന ഈ ഉത്തരവ് ശരിയല്ല. രണ്ട് കാര്യം ശരിയല്ല. PM ശ്രീയിൽ പാർട്ടിയുമായിട്ട് ആലോചിക്കാതെ ഒപ്പുവെച്ചതും ശരിയല്ല. രണ്ടാമത് ഗവർണറുമായി VC-യുടെ കാര്യത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കിയത് ഒട്ടും ശരിയായില്ല. ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർമാർ പോലും സഹായിച്ചില്ല, സപ്പോർട്ട് ചെയ്തില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒരാൾ പോലും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തില്ല. എന്ന് മാത്രമല്ല, പലരും മുഖത്ത് നോക്കി ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നല്ല ലക്ഷണമാണ്. ഇത് വളർത്തണം. പാർട്ടി അകത്ത് മുഖം നോക്കാതെ അഭിപ്രായം പറയുന്ന, ആത്മപരിശോധനയും സ്വയം പരിശോധനയും ആത്മവിമർശനവും സ്വയം വിമർശനവും സാമൂഹ്യ വിമർശനവും ഭംഗിയായി നടക്കട്ടെ. സമൂഹത്തിൽ കുഞ്ചൻ നമ്പ്യാരുമാരെ ആവശ്യമുണ്ട്, പാർട്ടിക്കകത്തും കുഞ്ചൻ നമ്പ്യാരുമാരെ ആവശ്യമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. പാർട്ടിയിൽ രണ്ട് തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു എല്ലാ കാലവും. പാർലമെന്ററി ജനാധിപത്യത്തിൽ മോഹിക്കുന്നവരും ആദർശാധിഷ്ഠിതമായി ജീവിക്കുന്നവരും ആദർശാധിഷ്ഠിത സംഘടനാ രാഷ്ട്രീയം വിശ്വസിക്കുന്നവരും ഇന്ന് വന്ന് പാർലമെന്ററി വ്യാമോഹക്കാർ മാത്രമാവുകയും അതൊരു ബിംബാരാധനയിലേക്ക് പോവുകയും ചെയ്തപ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടി തീവ്ര വലതുപക്ഷ പാർട്ടിയാണെന്ന് എല്ലാവർക്കും അനുഭവവേദ്യമായി തുടങ്ങിയത്.